സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. മലയാള സിനിമയുടെ റേഞ്ച് മാറാൻ പോവുകയാണ്. മാർവലും DC ഒക്കെ പോലെ ഫൈനലി നമുക്കും സ്വന്തമായിട്ടൊരു സിനിമാറ്റിക് യൂണിവേഴ്സ്. ലോക ചാപ്റ്റർ 1 നേരെ ലോക റിവ്യൂലേക്ക്. ട്രേഡ് മാർക്ക് ബെഞ്ച് മാർക്ക് വെച്ച് കഴിഞ്ഞു. കാമിയോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാത്ത ലെവൽ കാമിയോസ്. ഇതൊക്കെ എന്ത് തിയേറ്റർ കത്തി, പൊളിച്ച് എക്സ്പെക്ടേഷൻ മുകളിലാണ്. എക്സ്പെക്ടേഷന്റെ ഭയങ്കര മുകളിൽ. വേറൊരു പടത്തിന് പോണ്ട ഫസ്റ്റ് ലോകം തന്നെ കണ്ടോ. ലോകം മിസ്സാക്കരുത്, ആരും ലോകം മിസ്സാക്കരുത്. കിട്ടില്ല, ഗംഭീര തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് പോലെ തന്നെ സെക്കൻഡ് ഹാഫും ഗംഭീരം പറഞ്ഞ ഗംഭീര പടം. എല്ലാം അമ്മാവന്റെ അനുഗ്രഹം. ഈ വർഷം ഞാൻ കണ്ടതിൽ ഏറ്റവും മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മുടെ മലയാളത്തിൽ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു ബെഞ്ച് മാർക്ക് അങ്ങനെ പറയാൻ പറ്റും. സൂപ്പർ ഹീറോ കിട്ടില്ല സിനിമ, നല്ല യൂണിവേഴ്സ് കിടിലായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് സ്വന്തമായിട്ടൊരു യൂണിവേഴ്സ് കിട്ടി, അത് കിടിലായിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ഡ്രാമാറ്റിക് ആയിട്ടാണോ അല്ലാതെ ഒരു ഫാസ്റ്റ് ആണ്. ഒരു മാർവൽ മൂവീസ് കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി ഉണ്ട്, എല്ലാ ഇമോഷൻസും കൂടെ കണക്ട് ചെയ്ത് കിട്ടില്ലം പടം. ഗംഭീര തിയേറ്ററിക്കൽ പോസ്റ്ററൊക്കെ കൽക്കി യൂണിവേഴ്സ് അതുപോലൊന്നുമല്ല. ഇത് നമ്മുടെ ഒരു മലയാളത്തിന്റെ ഒരു ഐതിഹ്യോടെ വെച്ചിട്ട് കിട്ടില്ലം ഗംഭീരം തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. തൂക്കും. എന്തായി സംഗതി ഏറ്റു മുട്ടി. ഫസ്റ്റ് ഹാഫ് നമ്മൾ ആദ്യമേ കയറിയപ്പോൾ തന്നെ ഒരു കയ്യടി പ്രതീക്ഷ നമ്മൾ വരുന്നത്. പക്ഷെ ആ ഒരു സാധനം തുടക്കത്തിൽ ഓഡിയൻസിന്റെ സൈഡിൽ നിന്ന് കിട്ടിയില്ല. ഇത് ഇന്റർവെല്ലായപ്പോ കിട്ടി. എല്ലാ പടവും വിജയിക്കട്ടെ എന്ന് കാരണം നമുക്ക് എല്ലാ പടവും കാണണം. അൽത്താഫിന്റെ ഒരു ഫാനാണ്, ഇനിയിപ്പോ അത് കാണണം, ലാലേട്ടന്റെ പടം കാണണം. പക്ഷെ ഈ മലയാള സിനിമയിലെ സൂപ്പർ ഹീറോയാണ് കല്യാണി പ്രിയദർശി. അത്രയ്ക്ക് അടിപൊളിയായി. അടിപൊളി ഫാന്റസി, അടിപൊളി പടമാണ്. ഓണൻ ലോക തൂക്കി. ആരും സ്പോയിൽ ചെയ്യാതിരുന്നാൽ മതി ബ്രോ. ഒരുപാട് കാര്യങ്ങളുണ്ട്, ആരും സ്പോയിൽ ചെയ്യാതിരുന്നാൽ മതി. കിടിലം പടമാണ്, ഭയങ്കര എക്സ്പീരിയൻസ്. മലയാളത്തിന്റെ മാർവൽ എന്നൊക്കെ പറയാനുണ്ടോ? അതുണ്ട്. നമ്മുടെ മലയാളത്തിനൊരു മാർവൽ എങ്ങനെയാണോ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. കല്യാണി പ്രദർശനം, പിന്നെ സിനിമാറ്റോഗ്രാഫി, അടിപൊളി സിനിമാറ്റോഗ്രാഫി, എഡിറ്റിങ്ങും വെച്ചാൽ നമ്മുടെ ഏതൊരു കാറ്റഗറി എടുത്താലും അതിൻ്റെ ടോപ്പ്. ഓണം തൂക്കും. ഒരു 100 കോടിക്കുള്ള പടമുണ്ട്. ചത്തോന്നറിയാൻ വന്നാണല്ലേടാ. പിന്നെ അടുത്ത ലേഡി സൂപ്പർ സ്റ്റാർ കല്യാണി ആയിരിക്കും വരും. ഇന്ത്യൻ സിനിമയിലെ ഒരു സൂപ്പർ ഹീറോ മൂവി അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് പറയാനുണ്ടോ? മലയാള സിനിമയിൽ നമ്മൾ പറഞ്ഞപ്പം എമ്പുരാനേക്കാളും വലിയ ബെഞ്ച് മാർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഓനക്ക് വെക്കുന്ന മയക്കുപൊടി എനിക്കിട്ട് വെച്ചോണ്ടല്ലോ ഞാൻ മയങ്ങി വീഴുവൊന്നുമില്ല. ഇതവൻ കൊണ്ടുപോയിട്ട് അത് മാത്രമല്ല, നമ്മള് വിക്രമിലെ കാണുമ്പോൾ കറത്തില്ല, ലാസ്റ്റ് ഒരു ക്യാമിയോ ഒന്ന് കത്തിക്കുന്ന അതണക്ക് ഒരു ക്യാമിയോ ഒന്ന് കത്തിച്ച് പോയിട്ടുണ്ട്. പിന്നെ അതണക്ക് തന്നെ ഗസ്റ്റ് സീനും നല്ല അടിപൊളിയായിട്ടുണ്ട്.